ഹായ് ഓൾ, ബിഗ് ബോസ് മലയാളം സീസൺ 7. ബിഗ് ബോസിൽ നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് അതിലെ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ആണ്. ആര്യനെയും ജിസേലിനെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കുറച്ച് വിഷമം ഉണ്ടാക്കുന്ന ദിവസമാണെങ്കിലും അവരെ ഇഷ്ടപ്പെടാത്തവർക്ക് ഹൗസിനകത്തും പുറത്തുമെല്ലാം ഇന്ന് ചാകരയായിരുന്നു. അവർക്കെതിരെ വീണ് കിട്ടിയ അവസരം ഹൗസ് മേറ്റ്സ് എല്ലാവരും ഉപയോഗിക്കുന്നതാണ് ഇന്ന് ഹൗസിൽ നടന്ന പ്രധാന സംഭവം. പതിവ് പോലെ ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്തത് വൃത്തിയെ ചൊല്ലിയുള്ള സംസാരത്തിലൂടെയാണ്. അതിൽ അനുമോള് കിച്ചൺ ടോപ്പിൻ്റെ മുകളിലിരുന്ന് കുക്ക് ചെയ്തതിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. പിന്നീട് മോർണിംഗ് ടാസ്കിൽ ബിഗ് ബോസ് കൊടുത്തത് പോലും വൃത്തിയുള്ളവരെയും വൃത്തിയില്ലാത്തവരെയും കണ്ടുപിടിക്കുന്നതായിരുന്നു. ടാസ്കിന് ശേഷവും അതിനെപ്പറ്റി ബിഗ് ബോസ് ഹൗസിൽ സംസാരം ഉണ്ടായിരുന്നു. ഇന്ന് 2 പണിപ്പുര ടാസ്കുകളായിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യത്തെ ടാസ്ക് 750 പോയിന്റ്സ് കിട്ടാൻ വേണ്ടി എന്തും ത്യജിക്കാൻ തയ്യാറായ ഒരാളെ എല്ലാവരും ചേർന്ന് തിരഞ്ഞെടുക്കുക. അയാൾ ബിഗ് ബോസ് പറയുന്ന ടാസ്ക് ചെയ്യുക. ടാസ്കിന് തയ്യാറായി പലരും മുമ്പോട്ട് വന്നു. അനീഷിനെ അഭിലാഷിനെയൊക്കെ പോലുള്ള വളരെ കുറച്ച് പേര് മാത്രമാണ് ത്യാഗത്തിന് തയ്യാറല്ല എന്ന് പറഞ്ഞ് ടാസ്കിൽ പങ്കെടുക്കാതെ മാറി നിൽക്കാൻ കൂട്ടാക്കിയത്. ബാക്കിയുള്ളവരിൽ നിന്ന് നറുക്കിട്ട് ആദിലയും നൂറയും തിരഞ്ഞെടുത്തു. ആക്ടിവിറ്റി ഏരിയയിൽ വെച്ചാണ് ടാസ്ക് നടന്നത്. അവിടെ 4 കാർഡുകൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഓരോ കാര്യങ്ങളും ഇതിനകത്ത് എഴുതിയിരുന്നു. ആദ്യത്തെ കാർഡിൽ ഇതിൽ തയ്യാറാണോ എന്നായിരുന്നു ചോദിച്ചിരുന്നത്. രണ്ടാമത്തേൽ എക്സൈറ്റ്മെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. മൂന്നാമത്തെ കാർഡിൽ ഫാമിലി വീക്കാണ് വരാൻ പോകുന്നത്, വീട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന 3 ഫാമിലിയെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞു. ശരത്ത്, രേണു, റെന ഇവരുടെ ഫാമിലിയാണ് ആദിലയും നൂറയും തിരഞ്ഞെടുത്തത്. 4ാമത്തെ കാർഡിൽ പറഞ്ഞിരിക്കുന്നത് 750 പോയിന്റ് കിട്ടണമെങ്കിൽ ഇവർ തിരഞ്ഞെടുത്ത 3 ഫാമിലിയും ഫാമിലി വീക്കിൽ വരണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തണം. 750 പോയിന്റിന് വേണ്ടിയിട്ട് ഫാമിലി വരാതിരിക്കേണ്ട എന്നുള്ള തീരുമാനമാണ് അവരെടുത്തത്. അതിനുശേഷം ബാക്കിയുള്ളവരോടുകൂടി ചർച്ച ചെയ്യാനുള്ള ഒരു അവസരം ബിഗ് ബോസ് അവർക്ക് കൊടുത്തു. എല്ലാവരും അവരുടെ തീരുമാനത്തെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഫാമിലി വിസിറ്റ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി 750 പോയിന്റ് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ആ ഒരു ടാസ്ക് അവസാനിച്ചു. ഇതിനുശേഷമാണ് 2ാമത്തെ ടാസ്ക് തുടങ്ങുന്നത്. ടാസ്കിന് മുമ്പായിട്ട് ബിഗ് ബോസ് ഒരു കാര്യം പറഞ്ഞു. ആദ്യത്തെ ടാസ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങളൊന്നും മനസ്സിലായില്ല. എപ്പോഴോ വരാനിരിക്കുന്ന ഒരു ഫാമിലി വിസിറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ 750 പോയിന്റ് കളയുകയാണ് ചെയ്തത്. ആ സമയത്ത് ഇവിടെ ആരൊക്കെ ഉണ്ടാവില്ല എന്നൊന്നും പറയാനാവില്ലോ എന്ന് ബിഗ് ബോസ് പറഞ്ഞു. ഇതിൽ നിന്ന് മനസ്സിലായത് നേരത്തെ ബിഗ് ബോസ് ആദിലയും നൂറയും ഹൗസിന്റെ അകത്തേക്ക് കൊണ്ടുവന്ന് മറ്റുള്ളവരുമായിട്ട് ചർച്ച ചെയ്യാനുള്ള ഒരു അവസരം നൽകിയത് അവർക്ക് ഒരുപക്ഷെ റീതിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നിരിക്കണം.